അതിർത്തിയിൽ വീണ്ടും വെടിവെപ്പ്. പാകിസ്ഥാന് നേർക്ക് ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടി. ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ 7 പാക് സൈനികരും ഒരു ഭീകരനും കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി എം സന്തോഷ് തത്സമയം ചേരുന്നു. സന്തോഷ്, വിവരങ്ങളിലേക്ക്. രശ്മി, ഇന്ന് പുലർച്ചെ 9:15 കൂടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടായത്. ഹിരാനഗർ മേഖലയിലെ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഇതിൽ ഒരു BSF ജവാന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഉച്ചയ്ക്ക് 12:30 വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വെടിവെപ്പുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇന്ത്യൻ സേന തിരിച്ചടി ആരംഭിച്ചത്. ഈ തിരിച്ചടിയിലാണ് പാക് സൈന്യത്തിലെ 7 പേരും ഒരു തീവ്രവാദിയും ഈ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഏതായാലും അതിർത്തിയിൽ വെടിവെപ്പ് നടത്തിക്കൊണ്ട് നുഴഞ്ഞു കയറാനുള്ള ഒരു ശ്രമമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്ത്യയുടെ സമയോചിതമായ തിരിച്ചടിയിലൂടെ ഈ നുഴഞ്ഞുകയറ്റ ശ്രമമാണ് ഇപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. 7 പാക് റേഞ്ചേഴ്സിനെയാണ് ഈ പ്രത്യാക്രമണത്തിൽ ഇന്ത്യൻ സൈന്യം വധിച്ചത്. അതോടൊപ്പം തന്നെ ഒരു തീവ്രവാദിയെയും വധിക്കുകയുണ്ടായി. ഏതായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം നിരവധി തവണയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായത്. തുടർച്ചയായി ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന സ്ഥിതിവിശേഷവും നിലവിലുണ്ട്. ബുധനാഴ്ച രാവിലെയും വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിച്ചിരുന്നു. അതിനുശേഷം വിവിധ സെക്ടറുകളിൽ വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായി. ഏതായാലും ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള തിരിച്ചടിയിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. പാകിസ്ഥാൻ ഇത് നിഷേധിക്കുന്ന സാഹചര്യമാണുള്ളത്. രശ്മി, എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ഇരിണാവിലെ ക്ഷേത്രത്തിന് 50 കോടിയുടെ തേക്ക് മരങ്ങൾ സൗജന്യമായി നൽകണമെന്നാവശ്യപ്പെട്ടുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് EP ജയരാജന്റെ വിശദീകരണം. ക്ഷേത്ര ഭാരവാഹികൾ തനിക്ക് തന്ന നിവേദനം വനമന്ത്രിക്ക് അയച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ഇരിണാവ് ചുഴലി ഭഗവതി ക്ഷേത്രം എങ്ങനെ തന്റെ കുടുംബക്ഷേത്രമാകുമെന്നും EP ജയരാജൻ മാധ്യമങ്ങളോട് ചോദിച്ചു. കുടുംബക്ഷേത്രത്തിന് വേണ്ടി 50 കോടിയുടെ തേക്ക് മരങ്ങൾ സൗജന്യമായി നൽകണമെന്ന് കത്ത് നൽകിയെന്ന വിവാദത്തിലാണ് EP വിശദീകരണവുമായി രംഗത്തെത്തിയത്. കണ്ണൂരിലെ കല്യാശ്ശേരി പഞ്ചായത്തിലെ ഇരിണാവ് എന്ന സ്ഥലത്താണ് തൻ്റെ ജന്മദേശം. പ്രദേശവാസിയായ താൻ മന്ത്രിയായപ്പോൾ ക്ഷേത്രഭാരവാഹികൾ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് സഹായിക്കണമെന്ന അഭ്യർത്ഥനയുമായി തന്നെ വന്ന് കണ്ടിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് സഹായം കിട്ടിയാലേ പറ്റൂ. അപ്പോൾ ഞങ്ങളുടെ നിർമ്മാണത്തിന് ഞങ്ങൾക്ക് മരം ഗവൺമെൻറ്റിൽ നിന്ന് സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. അത് വനം വകുപ്പ് മന്ത്രിക്ക് ഞങ്ങൾ ആ നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള നിങ്ങൾ മന്ത്രിയായതുകൊണ്ട് നിങ്ങൾ കൂടി തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സമർപ്പിച്ചു. പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു കവറിംഗ് ലെറ്ററോടുകൂടി അവർ വനം വകുപ്പ് മന്ത്രിക്ക് ഫോർവേഡ് ചെയ്തു. ഞാനൊരു മിനിസ്റ്റർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്കൊരു നിവേദനം തന്നാൽ ഞാനെന്താ ചെയ്യാതെ കീറിക്കളയാൻ പറ്റുമോ? ഞാനത് കൺസേൺ മിനിസ്റ്റർക്ക് അയക്കല്ലേ വേണ്ടത്. മിനിസ്റ്റർക്ക് അയക്കുമ്പോൾ എൻ്റെ ലെറ്റർ പേഡിലല്ലാതെ വേറെ ലെറ്റർ പേഡിൽ അയക്കാൻ പറ്റുമോ? ഇരിണാവ് ക്ഷേത്രത്തിന്റെ ബ്രോഷറിൽ പറയുന്നത് പുനരുദ്ധാരണത്തിനായി 1 കോടി രൂപ മാത്രം മതിയെന്നാണ്. പിന്നെ എങ്ങനെ 50 കോടിയുടെ മരം സൗജന്യമായി നൽകണമെന്ന് താൻ പറയുമെന്നും EP ജയരാജൻ ചോദിക്കുന്നു. 1 കോടിയെന്ന് എൻ്റെ കത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 കോടിയാണ് അവർ കണക്കാക്കുന്നത്. അതിൽ അവർക്ക് അത്രയും കഴിയാത്തതുകൊണ്ട് സഹായിക്കണമെന്നാണ്. അത് തന്നെയാണ് അവരുടെ ലെറ്ററിലുള്ളത്. അവരിൽ എഴുതി തന്ന നിവേദനത്തിലും അതുണ്ട്. മലബാർ ദേവസ്വത്തിന് കീഴിലെ D ഗ്രേഡ് ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇരിണാവ് ചുഴലി ഭഗവതി ക്ഷേത്രം എങ്ങനെ തൻ്റെ കുടുംബക്ഷേത്രമാകുമെന്ന് EP ജയരാജൻ ചോദിക്കുന്നു. എനിക്കൊരു കുടുംബക്ഷേത്രമില്ല. അങ്ങനെ കുടുംബക്ഷേത്രമേ എനിക്കില്ല. തൻ്റെ കുടുംബക്ഷേത്രത്തിനായി മുൻമന്ത്രി EP ജയരാജൻ 50 കോടി രൂപയുടെ തേക്കുമരങ്ങൾ സൗജന്യമായി നൽകണമെന്നാവശ്യപ്പെട്ടു എന്ന വാർത്ത ഒരു ദൃശ്യമാധ്യമമാണ് നൽകിയത്. ഇതേ തുടർന്നാണ് EP ജയരാജൻ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചത്. തനിക്കെതിരെ നടക്കുന്ന ഇത്തരം കുപ്രചരണങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഔദ്യോഗിക വസതിയായ സാനടുവിൽ നിന്നൊഴിഞ്ഞ് EP ജയരാജനും കുടുംബവും സ്വദേശമായ കണ്ണൂരിലേക്ക് മടങ്ങും മുമ്പായിരുന്നു EP ജയരാജൻ മാധ്യമങ്ങളെ കണ്ടത്. S ജീവൻകുമാർ, തിരുവനന്തപുരം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രി K ബാബുവിനെ വിജിലൻസ് ചോദ്യം ചെയ്തു. കൊച്ചിയിലെ സ്പെഷ്യൽ സെൽ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് 3 മണിക്കൂറോളം ചോദ്യം ചെയ്തത്. തനിക്ക് കണക്കിൽപ്പെടാത്ത ഭൂമിയോ നിക്ഷേപമോ ഇല്ലെന്ന് ബാബു പ്രതികരിച്ചു. മൊഴി വിശദമായി പരിശോധിച്ച ശേഷം ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് വിജിലൻസ് അറിയിച്ചു. രാവിലെ 10:30 K ബാബു വിജിലൻസ് ഓഫീസിൽ ഹാജരായത്. തുടർന്ന് DYSP ബിജി ജോർജിന്റെ നേതൃത്വത്തിൽ ബാബുവിനെ ചോദ്യം ചെയ്തു. അന്വേഷണ വേളയിൽ ബാബുവിന്റെയും ബിനാമികളുടെയും വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ബാബുവിനെ ചോദ്യം ചെയ്തത്.
ഭൂമി ഇടപാടുകളെക്കുറിച്ചും ബാങ്ക് ലോക്കർ സംബന്ധിച്ചും ബിനാമി ബന്ധത്തെക്കുറിച്ചുമെല്ലാം വിജിലൻസ് ബാബുവിൽ നിന്ന് വിശദമായി മൊഴിയെടുത്തു. എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ബാബു വിജിലൻസിനോട് നിഷേധിച്ചതായാണ് വിവരം. ഇന്ത്യയിലോ വിദേശത്തോ തനിക്ക് നിക്ഷേപമില്ലെന്നും കണക്കിൽപ്പെടാത്ത ഒരു തുണ്ട് ഭൂമി പോലും തനിക്കില്ലെന്നും ചോദ്യം ചെയ്യലിന് ശേഷം ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വിദേശത്തുള്ള ഏതെങ്കിലും സ്ഥലത്തിൽ എനിക്ക് 1 രൂപയുടെ നിക്ഷേപം പോലും ഇല്ല. ഞാൻ കഴിഞ്ഞ 25 കൊല്ലമായി ഗവർണർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കണക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിട്ടിട്ട് 1 ഇഞ്ച് ഭൂമി എനിക്കില്ല. ബാബു നൽകിയ മൊഴി വിജിലൻസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. മൊഴിയിൽ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷം ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് വിജിലൻസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുൻ UDF സർക്കാരിന്റെ കാലത്ത് നടന്ന ബന്ധു നിയമന കേസിൽ കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ പരാതിക്കാരനോട് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടെ നിർദ്ദേശം. മുൻ മന്ത്രിയായിരുന്ന അനൂപ് ജേക്കബിന്റെ ഭാര്യയ്ക്കും സഹോദരിക്കുമെതിരായ കേസിൽ അന്വേഷണം നടക്കുന്നതായി വിജിലൻസ് സംഘം കോടതിയെ അറിയിച്ചു. വിജിലൻസിനോട് അന്വേഷണ റിപ്പോർട്ട് ഡിസംബർ 4-ന് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, 7 മുൻ മന്ത്രിമാർ, മുൻ MLA-മാരടക്കം 10 നേതാക്കൾ നടത്തിയ 16 നിയമനങ്ങൾക്കെതിരെയാണ് ഹർജി. ഡേവിഡ് ലാലി കേസ് കോടതി വിശദമായി പരിശോധനയ്ക്ക് ഈ മാസം 10-ലേക്ക് മാറ്റി. സുപ്രീം കോടതി വരെ ശിക്ഷ ശരിവെച്ച ക്രിമിനൽ കേസിലെ കുറ്റവാളി ഡേവിഡ് ലാലിയെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജയിൽ ശിക്ഷ ഒഴിവാക്കി കൊടുത്തതിനെതിരെയാണ് ഹർജി. വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷകർ മർദ്ദിച്ച സംഭവത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിന് പോലീസിനെതിരെ കേസ്. അകാരണമായി കേസെടുത്തതിനാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ടിങ്ങിനെത്തിയ മാധ്യമപ്രവർത്തകരെ അഭിഭാഷകർ കയ്യേറ്റം ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് 2 വനിതകളടക്കമുള്ള മാധ്യമപ്രവർത്തകർക്കെതിരെ പോലീസ് അകാരണമായി കേസെടുത്ത സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിനും കമ്മീഷൻ ഉത്തരവിട്ടു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയായി എടുത്ത കേസിലാണ് നടപടി. ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ പി മോഹൻദാസ് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. കേസ് നവംബറിൽ പരിഗണിക്കും. വനിതാ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ച് അഭിഭാഷകരുടെ പോസ്റ്റർ. വഞ്ചിയൂർ കോടതിയിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ തടഞ്ഞ അഭിഭാഷകർക്കെതിരെ കേസെടുത്തതിന് പ്രതികാരമായാണ് പോസ്റ്റർ അധിക്ഷേപം. വഞ്ചിയൂർ കോടതി പരിസരത്തും വിവിധ മാധ്യമ സ്ഥാപനങ്ങളുടെ പരിസരത്തുമാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. വാർത്തകൾ തുടരുന്നു. മാധ്യമ അഭിഭാഷക തർക്കം പരിഹരിക്കാൻ ഊർജിത ശ്രമം നടത്തുന്നതായി കേരള ഹൈക്കോടതി സുപ്രീം കോടതിയെ അറിയിച്ചു. മാധ്യമ പ്രവർത്തകർക്ക് ഹൈക്കോടതിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അതേസമയം മീഡിയ റൂം തുറക്കുന്നത് സംബന്ധിച്ച് ഇപ്പോഴും എതിർപ്പുണ്ടെന്നും ഹൈക്കോടതി സമ്മതിച്ചു. കേരളത്തിലെ കോടതികളിൽ പ്രവേശിക്കുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് വിലക്കുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് കേരള പത്രപ്രവർത്തക യൂണിയൻ സുപ്രീം കോടതിയിൽ നൽകിയ കേസിലാണ് ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയത്. മാധ്യമ അഭിഭാഷക തർക്കം പരിഹരിക്കാൻ ഊർജിത ശ്രമം നടത്തുന്നതായി ഹൈക്കോടതിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വി ഗിരി അറിയിച്ചു. മാധ്യമപ്രവർത്തകർക്ക് ഹൈക്കോടതിയിൽ പ്രവേശിക്കുന്നതിന് തടസ്സമില്ല. അതേസമയം മീഡിയ റൂം തുറക്കുന്നത് സംബന്ധിച്ച് ഇപ്പോഴും എതിർപ്പുണ്ട്. എന്നാൽ മീഡിയ റൂം എന്നത് ഹൈക്കോടതി നൽകുന്ന ഒരു സൗകര്യമാണെന്നും ഇത് തുടരുന്നതിന് എന്ത് തടസ്സമാണുള്ളതെന്നും സുപ്രീം കോടതി ചോദിച്ചു. പക്ഷെ തടസ്സ കാരണം ഹൈക്കോടതി വ്യക്തമാക്കിയില്ല. പകരം മീഡിയ റൂം തുറക്കുന്നതിനെതിരായ പ്രശ്നം പരിഹരിക്കാൻ ഉന്നതതലത്തിൽ ശ്രമം നടത്തുന്നുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇതിനായി കുറച്ച് സമയം അനുവദിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. തുടർന്ന് കേസ് വീണ്ടും കേൾക്കാൻ അടുത്ത മാസം 7-ലേക്ക് മാറ്റി. ഇപ്പം ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു റിട്ടേൺ സബ്മിഷൻസ്, കാരണം ഇന്ന് അവർ സീരിയസ്നെസ് ഓഫ് ദ ഇഷ്യൂ മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു അവർ അപ്പീൽ ചെയ്തത്. അവർക്കും ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണം എന്നുള്ളൊരു സ്റ്റാൻഡാണ് കോടതിയിൽ അവർ അറിയിച്ചത്. രമ്യമായി പ്രശ്നം പരിഹരിക്കണമെന്നാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ നിലപാടെന്ന് ജനറൽ സെക്രട്ടറി സി നാരായണൻ അറിയിച്ചു. യഥാർത്ഥത്തിൽ 3 മാസമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘർഷാവസ്ഥയ്ക്കും അതുപോലെ തന്നെ മാധ്യമ വിലക്കിനും ഒരു പരിഹാരം രമ്യമായി അത് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. സുപ്രീം കോടതി അതിന് ഒരു നിയോഗം പോലെ യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്ന ഈ കേസ് അതിന് വഴിമരുന്നിടും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ജസ്റ്റിസുമാരായ പിനാക്കി ചന്ദ്രഘോഷ്, യു ലളിത് എന്നിവരാണ് കേസ് പരിഗണിച്ചത്. കേരള പത്രപ്രവർത്തക യൂണിയനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഹാജരായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ വിദ്യാർത്ഥി നജീബിന്റെ തിരോധാനത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമാകുന്നു. ABVP-ക്കാർ മർദ്ദിച്ചതിന് ശേഷം കാണാതായ നജീബിനെ ഉടൻ കണ്ടെത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് JNU വിദ്യാർത്ഥികൾ ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് മാർച്ച് നടത്തി. നജീബിനെ കണ്ടെത്തും വരെ പ്രതിഷേധം തുടരുമെന്ന് JNU വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു.
ABVP-കാരുടെ മർദ്ദനമേറ്റതിനു ശേഷം കാണാതായ നജീബിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്യതലസ്ഥാനത്ത് അലയടിക്കുന്നത്. വിദ്യാർത്ഥി മാർച്ച് തടയാൻ റെയ്സീന റോഡിൽ വൻ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചിരുന്നത്. സ്ഥലത്ത് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. മാർച്ച് തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഒരു പ്രകോപനവുമില്ലാതെ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ തുടങ്ങി. JNU സ്റ്റുഡന്റ് യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മാർച്ച് തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മുഴുവൻ വിദ്യാർത്ഥികളെയും ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ജന്തർ മന്ദിറിലും JNU വിദ്യാർത്ഥികൾ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ABVP-കാരുടെ മർദ്ദനത്തിന് ശേഷം കാണാതായ നജീബ് അഹമ്മദിനെ ഉടൻ കണ്ടെത്തണമെന്നും അക്രമം നടത്തിയ ABVP-കാർക്കെതിരെ നടപടി വേണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. നജീബിനെ കണ്ടെത്തുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് വിദ്യാർത്ഥി നേതാക്കൾ അറിയിച്ചു. ദില്ലിയിൽ നിന്നും M. സന്തോഷ്. BCCIക്ക് കൂച്ചുവിലങ്ങിട്ട് സുപ്രീം കോടതി. BCCIയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് സുപ്രീം കോടതി കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. സംസ്ഥാന അസോസിയേഷനുകൾക്ക് ഫണ്ട് നൽകുന്നത് വിലക്കി. ലോധ കമ്മിറ്റി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ലോധ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കുന്നതുവരെ സംസ്ഥാന അസോസിയേഷനുകളുമായി ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും പാടില്ലെന്ന കർശന നിർദ്ദേശമാണ് ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അധ്യക്ഷനായ ബെഞ്ച് BCCIക്ക് നൽകിയത്. സംസ്ഥാന അസോസിയേഷനുകൾക്ക് ഫണ്ട് അനുവദിക്കാൻ പാടില്ല. ലോധ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ പരിശോധിക്കും. BCCIക്ക് ഏർപ്പെടാൻ കഴിയുന്ന സാമ്പത്തിക കരാറുകൾക്ക് സമിതി പരിധി നിശ്ചയിക്കും. ഈ പരിധിക്ക് പുറത്ത് സാമ്പത്തിക ഇടപാടുകൾക്ക് അനുമതി വാങ്ങണം. BCCIയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാനും കരാറുകൾക്കുള്ള പരിധി നിശ്ചയിക്കാനും സ്വതന്ത്ര ഓഡിറ്ററെ നിയമിക്കാൻ സുപ്രീം കോടതി ലോധ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചു. ലോധ കമ്മിറ്റി നിർദ്ദേശപ്രകാരമുള്ള ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് 2 ആഴ്ചയ്ക്കകം സത്യവാങ്മൂലം നൽകണമെന്ന് BCCI പ്രസിഡന്റ് അനുരാഗ് ഠാക്കൂറിനും സെക്രട്ടറി അജയ് ഷിർക്കയ്ക്കും കോടതി നിർദ്ദേശം നൽകി. എന്നാൽ ലോധ കമ്മിറ്റി പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ കഴിയില്ലെന്ന ഉറച്ച നിലപാടിലാണ് BCCI. ഡിസംബർ 5-ന് കേസ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരികെ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കയ്യെഴുത്ത് ലോട്ടറികൾ എന്നറിയപ്പെടുന്ന വ്യാജ ലോട്ടറികൾക്ക് പിന്നിൽ സംഘടിത സംഘമുണ്ടെന്ന് ധനമന്ത്രി തോമസ് ഐസക്. വ്യാജ ലോട്ടറികളുടെ ഉറവിടം കണ്ടെത്താൻ ഉന്നതതല ദൗത്യസംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വ്യാജ കയ്യെഴുത്ത് ലോട്ടറികൾ വ്യാപകമാണെന്ന വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ ലോട്ടറികളുടെ സമ്മാന ഘടന പരിഷ്കരിക്കുമെന്നും ധനമന്ത്രി സഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ കയ്യെഴുത്ത് ലോട്ടറികൾ എന്നറിയപ്പെടുന്ന വ്യാജ ലോട്ടറികൾ വ്യാപകമാകുന്ന വിഷയം പ്രതിപക്ഷത്തിൽ നിന്ന് VD സതീശനാണ് അടിയന്തര പ്രമേയമായി സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. നേരത്തെ സംസ്ഥാനത്തുണ്ടായിരുന്ന സാന്റിയാഗോ മാർട്ടിനെ പോലുള്ള ലോട്ടറി മാഫിയകളാണ് കയ്യെഴുത്ത് ലോട്ടറികൾക്ക് പിന്നിൽ. ലോട്ടറി വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഏജന്റുമാരും തമ്മിലുള്ള ബന്ധവും എഴുത്ത് ലോട്ടറിയുടെ പ്രവർത്തനത്തിലുണ്ടെന്നും VD സതീശൻ ചൂണ്ടിക്കാട്ടി. CPM നേതാക്കളിൽ പലർക്കും ഇപ്പോഴും ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധമുണ്ടെന്നും സതീശൻ ആരോപിച്ചു. അതേസമയം എഴുത്ത് ലോട്ടറികളുടെ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇക്കാര്യത്തിൽ പരിശോധന നടത്തി നടപടി സ്വീകരിക്കാൻ ഉന്നതതല ദൗത്യസംഘത്തെ നിയോഗിച്ചതായി ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് മറുപടിയായി നിയമസഭയെ അറിയിച്ചു. ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദൗത്യ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇവർ ഈ കാര്യങ്ങൾ സമഗ്രമായി പരിശോധിച്ച് കാര്യങ്ങൾ കണ്ടെത്തുന്ന മുറയ്ക്ക് സർക്കാർ കർക്കശമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. വ്യാജ പേപ്പർ ലോട്ടറികൾക്ക് പിന്നിൽ സംഘടിത സംഘമുണ്ട്. ഇത്തരം കേസുകളിൽ IPC കൂടി ഉൾപ്പെടുത്തുന്ന കാര്യം പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. കൂടാതെ വ്യാജ ലോട്ടറി കേസിൽപ്പെടുന്ന ലോട്ടറി ഏജന്റുമാരുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും ധനമന്ത്രി സഭയിൽ ഉറപ്പു നൽകി. കേരള സംസ്ഥാന ലോട്ടറി ടിക്കറ്റുകളുടെ സമ്മാന ഘടന പരിഷ്കരിക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. ധനമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. സാന്റിയാഗോ മാർട്ടിനെ പോലുള്ളവരിലേക്ക് നിയമ നടപടികൾ എത്തുന്നില്ലെന്നും വ്യാജ ലോട്ടറിയുടെ പ്രവർത്തനം സംസ്ഥാന ലോട്ടറിയുടെ വരുമാനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കയ്യെഴുത്ത് ലോട്ടറികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പരിശോധന ശക്തമാക്കുമെന്നും സർക്കാർ ഉറപ്പു നൽകിയ പശ്ചാത്തലത്തിൽ വാക്കൌട്ട് നടത്തുന്നില്ലെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവും അംഗങ്ങളും സഭയിൽ തുടരുകയായിരുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജീൻസും ലെഗിങ്സും വിലക്കി വൈസ് പ്രിൻസിപ്പലിന്റെ ഉത്തരവ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഫോർമൽ വേഷം ധരിക്കണം. കിലുക്കമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനും ക്യാമ്പസിൽ വിലക്ക് ഏർപ്പെടുത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ധരിക്കേണ്ടതും അല്ലാത്തതുമായ വേഷങ്ങൾ ആൺപെൺ വേർതിരിവോടെ പറയുന്നതാണ് സർക്കുലർ. പെൺകുട്ടികൾക്ക് ജീൻസ്, ലെഗിൻസ്, ഷോർട്ട് ടോപ്പ് എന്നിവ ധരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. കൂടാതെ ചെരുപ്പും കിലുക്കമുള്ള ആഭരണങ്ങളും ധരിക്കാൻ പാടില്ല. ആൺകുട്ടികൾ ചെരുപ്പ്, ജീൻസ്, ടീഷർട്ട്, മറ്റു കാഷ്വൽ വേഷങ്ങൾ എന്നിവ ധരിക്കരുതെന്നാണ് സർക്കുലർ പറയുന്നത്.
പെൺകുട്ടികൾ ഫോർമൽ വേഷങ്ങളായ ചുരിദാറും സാരിയും മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. കൂടാതെ മുടി ഒതുക്കി കെട്ടിവെക്കണം. ആൺകുട്ടികൾ ഫോർമൽ വേഷങ്ങൾക്കൊപ്പം ഷൂസും ധരിക്കണം. എല്ലാ വിദ്യാർത്ഥികളും വൃത്തിയുള്ള വേഷത്തിലാണ് എത്തേണ്ടതെന്നുള്ളതാണ് ആദ്യ നിർദ്ദേശം. വിദ്യാർത്ഥികൾ മേൽപ്പറഞ്ഞ ഡ്രസ് കോഡ് പാലിക്കുന്നുണ്ടെന്ന് വകുപ്പ് അധ്യക്ഷന്മാരും യൂണിറ്റ് മേധാവികളും ഉറപ്പുവരുത്തണമെന്നാണ് സർക്കുലറിലെ നിർദ്ദേശം. വ്യാഴാഴ്ച ചേർന്ന കോളേജ് കമ്മിറ്റി ഓഫ് മാനേജ്മെന്റ് യോഗത്തിനു ശേഷമാണ് മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഇത്തരത്തിലുള്ള ഉത്തരവിറക്കിയത്. അതേസമയം ഇതാദ്യമായല്ല ഇത്തരം ഒരു സർക്കുലർ ഇറങ്ങുന്നതെന്നും വിദ്യാർത്ഥികളെ തിരിച്ചറിയാൻ വേണ്ടിയാണിതെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഗിരിജകുമാരി: ഇത് പല ടീച്ചേഴ്സ് പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കുട്ടികളുടെ ഡ്രസ് കോഡ് ശരിയല്ല, അവർ മോഡസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കുലർ റിമൈൻഡർ പോലെ കൊടുത്തതാണ്. എല്ലാ വർഷവും സർക്കുലർ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ വിദ്യാർത്ഥികളുടെ അഭിപ്രായം തിരക്കാതെയാണ് അധികൃതരുടെ തീരുമാനമെന്ന് മെഡിക്കൽ കോളേജ് യൂണിയൻ ചെയർമാൻ ജിബിൻ ജെയിംസ് പറഞ്ഞു. വിദ്യാർത്ഥികളുമായി ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള സംസാരം ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഒന്നും വന്നിട്ടില്ല, അറിയിച്ചിട്ടില്ല. നമ്മൾ ഈ സർക്കുലർ വരുമ്പോഴാണ് നമ്മൾ ഇത് ആദ്യമായിട്ട് അറിയണത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.